സർ, പൗരാണിക കാലം മുതൽക്ക് തന്നെ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രൈണത അളക്കുന്നതിൽ സ്തനങ്ങളുടെ വലിപ്പവും ആകൃതിയൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പുരാണങ്ങളിൽ തുടങ്ങി അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജനറേഷൻ മാറി, മെഡിക്കൽ മാനേജ്മെൻറ്റിലെ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറീസിനെ ആശ്രയിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കോമൺ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് സർജറീസ് എന്തൊക്കെയാണ് സർ? ബ്രസ്റ്റ് സർജറി, നമ്മൾ ഈ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീകളുടെ സൗന്ദര്യം കൂട്ടുന്ന ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴും ബ്രസ്റ്റ് സർജറി പുരുഷന്മാരിലും ചെയ്യും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് നമ്മൾ പറയുമ്പോൾ മുഖ്യമായിട്ട് 4 ടൈപ്പ് ബ്രസ്റ്റ് സർജറിയാണ് നമുക്ക് പറയാവുന്നത്. ഒന്ന് ഓഗ്മെൻറ്റേഷൻ, ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഓഗ്മെൻറ്റേഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറയും. പിന്നെ റിഡക്ഷൻ സർജറീസ്. ഓഗ്മെൻറ്റേഷൻ സർജറി എന്ന് പറയുമ്പോൾ സ്തനത്തിൻ്റെ വലിപ്പം കൂട്ടുന്ന ഓപ്പറേഷൻസ്. റിഡക്ഷൻ മാമോപ്ലാസ്റ്റി, ഒരുപാട് വലുതായിട്ടുള്ള സ്ഥലങ്ങളുടെ വലിപ്പം കുറയ്ക്കുന്ന ഓപ്പറേഷൻ. പിന്നെ മാസ്റ്റോപെക്സി, അതായത് സാഗി ആയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ സാഗിനെസ് മാറ്റി അത് കുറച്ചും കൂടെ ലിഫ്റ്റ് കൊടുക്കുന്ന ഓപ്പറേഷൻ. ഇത് കൂടാണ്ട് പിന്നെയുള്ളത് സത്യം പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് സർജറി എന്ന് പറയുന്നത് സർജറി ഫോർ ഗൈനക്കോമാസ്റ്റിയ, അതായത് മെയിൽ ബൂബ്സിനുള്ള ഓപ്പറേഷൻ. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സർജറീസ്. ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ യങ്സ്റ്റേഴ്സിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ. കാരണം ആ ഓപ്പറേഷൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്കൂൾ സമയം കഴിഞ്ഞ് കോളേജിലേക്ക് കടക്കുന്ന ആൺകുട്ടികൾക്ക് റാഗിങ്ങിനെയൊക്കെ പേടിച്ച് അവർക്ക് ഈ ബ്രസ്റ്റ് ടിഷ്യൂ പോലെ ഉണ്ടോ അവർക്ക് ബൾജിങ് ചെസ്റ്റ് ഉണ്ടാവും, നിപ്പിൾസൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. അത് ഈ അവരുടെ അഡോൾസൻ്റ് ഏജിൽ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് ആ അഡോൾസൻസ് കഴിഞ്ഞ് ഗ്രാജുവലി അത് ചുരുങ്ങി വരും, ചിലവർക്ക് ചുരുങ്ങി വരികയില്ല. അപ്പോൾ ഇവരെ കോളേജിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള മെയിൽ ബൂബ്സ് ആയിട്ട് ചെല്ലുമ്പോൾ കോളേജിലുള്ള ആൾക്കാരൊക്കെ അവരെ കളിയാക്കും. അതുപോലെ അവർക്ക് സ്പോർട്സ് ജേഴ്സിയൊക്കെ ഇട്ട് അവർക്ക് കളിക്കാനായിട്ട് പോകാൻ പറ്റില്ല, സ്റ്റേജിൽ ഇച്ചിരി ഒരു ചെസ്റ്റ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ വൺ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് വരും. മെയിൽ അഡൽട്സിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് മെയിൽ അഡൽട്സിൽ ചെയ്യുന്ന ബ്രസ്റ്റ് സർജറി എന്ന് പറയുന്നത് ഇതാണ്, ഗൈനക്കോമാസ്റ്റിയ സർജറി, സർജറി ഫോർ ഗൈനക്കോമാസ്റ്റിയ. ഈ ബ്രസ്റ്റ് സർജറീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ 2 തരം സർജറീസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതായത് കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറി ആൻഡ് റീകൺസ്ട്രക്റ്റീവ് ബ്രസ്റ്റ് സർജറി. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? അതായത് കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മാറ്റുന്ന ഓപ്പറേഷൻസിനെയാണ് കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറി എന്ന് പറയും. അപ്പോൾ ചില പേഷ്യൻസിൻ്റെ നാച്ചുറലി ഉള്ള അവരുടെ ബ്രസ്റ്റിൻ്റെ സൈസിൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ല, അവർക്ക് കുറച്ചും കൂടെ വലിയ സൈസ് ബ്രസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഓഗ്മെൻറ്റേഷൻ, ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറി എന്ന് പറയുന്നത്. ഒരുപാട് ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് അതിൻ്റെ ആ സൈസ് കൂടിയതിൻ്റെ ഒരു എംബാരസ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് സൈസിൻ്റെ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. ഒരുപാട് ഹെവി ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്ക് പെയിൻ വരാം, ഷോൾഡർ പെയിൻ വരാം. അപ്പോൾ ആ സിംറ്റംസ് കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലി അതുമായിട്ട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടോ അത് കുറയ്ക്കുന്ന ഓപ്പറേഷനെയാണ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി എന്ന് പറയും. പിന്നെ ഈ ബ്രസ്റ്റ് ലിഫ്റ്റ്, അപ്പോൾ ഇതൊക്കെ കോസ്മെറ്റിക് സർജറിയിൽ വരുന്നതാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മാറ്റുക, ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടുക, കുറയ്ക്കുക. അതെല്ലാമാണ് കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായിട്ട് വരുന്നത്. റീകൺസ്ട്രക്റ്റീവ് ബ്രസ്റ്റ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റിൻ്റെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ബ്രസ്റ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് പുനർനിർമ്മാണം ചെയ്യുന്നതാണ്. യു റീകൺസ്ട്രക്റ്റിംഗ് ഇറ്റ്. ബ്രസ്റ്റ് നഷ്ടപ്പെടുന്നവർക്ക് ബ്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ അത് പാർഷ്യലായിട്ട് മാറ്റാം. ഇത് ഏറ്റവും കോമൺലി റീകൺസ്ട്രക്റ്റീവ് ബ്രസ്റ്റ് സർജറി ചെയ്യുന്നത് ക്യാൻസറിനാണ്. ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് സ്ഥാനം നീക്കം ചെയ്യുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്ന ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഓപ്പറേഷൻ, അതായത് പുനർനിർമ്മാണം ചെയ്യുന്ന ഓപ്പറേഷനാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ക്യാൻസറിനാണ്. പിന്നെ ചില കേസുകളിൽ ഇപ്പോൾ ജന്മന ബ്രസ്റ്റ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറഞ്ഞ് ചെസ്റ്റിന് ഡീഫോമിറ്റി ഒക്കെ വരുന്ന സിറ്റുവേഷൻസിന് അവിടെയൊക്കെ ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞത് പ്രകാരം കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറി എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് സർജറി ബ്രസ്റ്റിൽ വരുത്തുന്ന സർജറികളാണ് കോസ്മെറ്റിക് സർജറി. ഓക്കെ. ഈ കോസ്മെറ്റിക് സർജറിയിലായാലും റീകൺസ്ട്രക്റ്റീവ് ബ്രസ്റ്റ് സർജറിയിലായാലും ഇംപ്ലാന്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ സർ? രണ്ടിലും ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറീസിലാണ് കൂടുതലും ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാറുള്ളത്. റീകൺസ്ട്രക്റ്റീവ് ബ്രസ്റ്റ് സർജറിയിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാം,
ഒന്ന് ഇംപ്ലാന്റ് ബേസ്ഡ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ ആ ബോഡിയുടെ വേറെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ ബ്രസ്റ്റിൽ മുഖ്യമായിട്ടും ബ്രസ്റ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബ്രസ്റ്റിൻ്റെ സ്കിന്നുണ്ട്, പിന്നെ ബ്രസ്റ്റിനെ അനാവരണം ചെയ്യുന്ന ഫാറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഗ്ലാൻഡ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്ലാൻഡ് പെർമനൻ്റ്ലി അതിൻ്റെ കൂടെ പോകുന്നത്, ഗ്ലാൻഡിലാണ് ക്യാൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലാൻഡ് നീക്കം ചെയ്യും. നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്കിന്നും ഫാറ്റും ബേസ് ചെയ്ത് ടിഷ്യൂസ് നമ്മൾ വേറെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ അത് ബ്രസ്റ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ചില കേസസിൽ അവർക്ക് ബ്രസ്റ്റിൻ്റെ സ്കിൻ അവർ പ്രിസർവ് ചെയ്യും, ഫാറ്റും ഗ്ലാൻഡും മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ആ സ്കിൻ പ്രിസർവ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റ് റിമൂവൽ സർജറിക്ക് ശേഷം അവിടെ അതിൻ്റെ ആ സ്കിൻ എൻവലപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നു. അതാണ് ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ, ഇംപ്ലാന്റ് ബേസ്ഡ് ആൻഡ് ടിഷ്യൂ ബേസ്ഡ് ഉണ്ട്. പക്ഷേ മുഖ്യമായിട്ടും കോസ്മെറ്റിക് സർജറിയിൽ നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനാണ് നമ്മൾ കൂടുതലും ഇംപ്ലാന്റ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അത് ടിഷ്യൂ ബേസ്ഡിനേക്കാളും കൂടുതൽ ഇംപ്ലാന്റ് ബേസ്ഡ് തന്നെയാണ്. ഏറ്റവും കോമൺ ആയിട്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുന്നത് ഇംപ്ലാന്റ് ബേസ്ഡ് ചെയ്തിട്ടാണ്. ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ കോമൺലി ഡൺ ആൻഡ് എഫക്റ്റീവ്ലി ഡൺ ഇൻ കോസ്മെറ്റിക് സർജറി ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഈസ് ഇംപ്ലാന്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ഇംപ്ലാന്റ് ബേസ്ഡ് സർജറീസ് ചെയ്യുമ്പോൾ ഈ ഇംപ്ലാന്റിൻ്റെ കാലാവധി എങ്ങനെയാണ്? ഇംപ്ലാന്റിന് അത് വളരെ വേരിയബിളാണ്. നമ്മൾ പല ഇൻഡിവിജ്വൽസിലും, ചില ഇൻഡിവിജ്വൽസിന് ആസ് ഏർലി ആസ് 8 years ഇംപ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. ചിലവർ 20 വർഷത്തോളം ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ഓൺ ആൻ ആവറേജ് നമ്മൾ പറയുന്നത് 10 to 20 years ആണ് ഇംപ്ലാന്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. കാലാവധി എന്ന് പറയുന്നത് ഇംപ്ലാന്റ് കൊണ്ട് പ്രോബ്ലം ഇല്ലാണ്ട് ആ പേഷ്യൻ്റ് എത്ര നാളും പോകാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു 10 to 20 years എന്ന് പറയും. പക്ഷേ FDA ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് 8 to 10 years കൂടുമ്പോൾ ഇംപ്ലാന്റ് മാറ്റുന്നതാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്, അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇംപ്ലാന്റിന് ബേസ് ചെയ്തും ഇരിക്കും. ചില ടൈപ്പ് ഇംപ്ലാന്റ്സിന് കാലാവധി കുറച്ച് കുറവായിരിക്കും. അതായത് നമ്മൾ ഇംപ്ലാന്റിനെ തന്നെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സലൈൻ ഇംപ്ലാന്റ്സ് എന്ന് നമ്മൾ പറയും, ഒന്ന് സിലിക്കോൺ ഇംപ്ലാന്റ്സ് എന്ന് പറയും. സലൈൻ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ സിലിക്കോൺ ഉണ്ട്. ഒരു കവറിങ്ങിൻ്റെ ഉള്ളിൽ സലൈൻ നിറച്ചിട്ട് ഒരു ബലൂൺ പോലെയുള്ള ഒരു ഇംപ്ലാന്റ് ആണ് സലൈൻ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല, ആ കവറിങ്ങിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സലൈന് പകരം ജെല്ലാണ്, സിലിക്കോൺ ജെല്ല് തന്നെയാണ്. സിലിക്കോൺ ജെല്ല്. അപ്പോൾ ഈ 2 ഇംപ്ലാന്റ്സിലും ഈ സലൈൻ ബേസ്ഡ് ഇംപ്ലാന്റ്സിനാണ് കുറച്ചും കൂടെ ഷോർട്ട് കാലാവധി ഉള്ളത് സിലിക്കോൺ ബേസ്ഡ് ഇംപ്ലാന്റ്സിനേക്കാളും. സലൈൻ ബേസ്ഡ് ഇംപ്ലാന്റ്സ് ഒക്കെ അതിനെ ഇംപ്ലാന്റ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടി ക്വിക്ക്ലി സിലിക്കോൺ ബേസ്ഡ് ഇംപ്ലാന്റ്സിനേക്കാളും വരാറുണ്ട്. ഓക്കെ. അപ്പോൾ വാട്ട് വുഡ് യു സജസ്റ്റ്, സലൈൻ ഇംപ്ലാന്റ്സ് ആണോ സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആണോ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? അതായത് സലൈൻ ഇംപ്ലാന്റ്സും സിലിക്കോൺ ഇംപ്ലാന്റ്സിൻ്റെയും രണ്ടിൻ്റെയും ഒരു മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സലൈൻ ഇംപ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സലൈൻ ഇംപ്ലാന്റിനെ നമ്മൾ ആ ഇംപ്ലാന്റ് അകത്ത് വെച്ചിട്ട് സലൈൻ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര സൈസ് വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. അപ്പോൾ അത് കുറേയും കൂടെ ഫ്ലെക്സിബിളാണ് അതിൻ്റെ യൂസേജ്. പിന്നെ സലൈൻ ഇംപ്ലാന്റ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംപ്ലാന്റ് എങ്ങാനും റപ്ചർ ആയി കഴിഞ്ഞാൽ സലൈൻ തന്നെയാണ് അതിൽ നിന്ന് ലീക്ക് ചെയ്ത് പോകുന്നത്. അതിന് പ്രോബ്ലം ഒന്നുമില്ല, അത് ബോഡി അബ്സോർബ് ചെയ്തോളും. പിന്നെയുള്ളത് ആ ഇംപ്ലാന്റിൻ്റെ ക്യാപ്സ്യൂളാണ്, അത് നമുക്ക് എടുക്കാൻ പറ്റും. സിലിക്കോൺ ഇംപ്ലാന്റ്സിൻ്റെ റപ്ചർ എന്ന് പറഞ്ഞാൽ അത് സ്ലോ റപ്ചർ എന്നാണ് പറയുന്നത്, അറിയില്ല പെട്ടെന്ന്. അത് സ്ലോലി സിലിക്കോൺ ലീക്ക് ചെയ്ത് പതുക്കെ അത് ഡിഫോംഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടേമിൽ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ളതും ബെറ്റർ ഫീൽ ഉള്ളതും സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആണ്. സലൈൻ വീർപ്പിച്ച ഒരു ഇംപ്ലാന്റിന് എപ്പോഴും ഒരു ഫേം ഫീലിംഗ് ആയിരിക്കും, കുറച്ചും കൂടെ ഫേം ആണ്. കുറേയും കൂടെ നാച്ചുറൽ ബ്രസ്റ്റിൻ്റെ ഫീല്, അതിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളത് സിലിക്കോൺ നിറച്ച ഇംപ്ലാന്റ്, അത് സിലിക്കോൺ ഇംപ്ലാന്റ്.